വെൽക്കം ടു Xylem ലേണിംഗ്. അമൃത മിസ് ആണ്. അപ്പോൾ മക്കളെ, അണ്ടർസ്റ്റാൻഡിങ് ക്വാഡ്രിലാറ്ററൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ സെറ്റ് ആയിട്ട് പഠിച്ചതാണ്. പക്ഷേ അതിൽ നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന ഒരു ചെറിയ പോർഷൻ ഉണ്ട്. കോൺകേവ് പോളിഗൺ എന്താണ്, കോൺവെക്സ് പോളിഗൺ എന്താണ്? കാണാൻ ഏകദേശം രണ്ടാളും ഒരേപോലെയാണ് മിസ്സേ. ഇവരിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ കോൺകേവിനും കോൺവെക്സിനും തിരിച്ചറിയുക എന്നൊരു ചെറിയ പ്രശ്നം മക്കൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ആ ഒരു പ്രോബ്ലം ഇന്നത്തെ ഒരു ക്ലാസ്സോട് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതൊരു പ്രശ്നമേ ഇനി ആയിരിക്കത്തില്ല. ഓക്കെ, നിങ്ങൾക്കറിയാം ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കാണാറുണ്ട് അല്ലേ? എന്താണ് കോൺകേവ്, എന്താണ് കോൺവെക്സ് എന്നുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. അപ്പോൾ ഇന്ന് എന്ത് ചെയ്യാം, നമുക്കതൊന്ന് എന്താണെന്ന് വൃത്തിയായിട്ട് നമുക്ക് നോക്കി വെക്കാം. അപ്പോൾ ആദ്യം തന്നെ അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് കർവ് എന്ന് അറിഞ്ഞിരിക്കണം. മക്കളെ, സിമ്പിളായിട്ട് മിസ് ഒരു ഷീറ്റ് ഓഫ് പേപ്പർ ഇങ്ങനെ എടുത്താൽ ഇതൊരു പ്ലെയിൻ സർഫേസ് ആണ് അല്ലേ? ഇതൊരു പ്ലെയിൻ സർഫേസ് ആണ്. ഈ പ്ലെയിൻ സർഫേസിൽ മിസ് എന്ത് ചെയ്യാണ്, ഒരു വര വരയ്ക്കുവാണ്, ഒരു ലൈന് വരയ്ക്കുവാണ്. ഈ ലൈൻ ഇത് തന്നെയാണ് കർവ് എന്ന് പറയുന്നത്. നോക്കിയേ, എനി ലൈൻ ഈസ് എ കർവ്. നമ്മൾ ചുമ്മാ ഒരു വര വരച്ചാൽ അതെന്താണ്, ഒരു കർവ് ആണ്. ഇത്രയും കാലം നമ്മൾ ചിന്തിച്ചൊരു സാധനം ഉണ്ട്, ഇങ്ങനെ വരയ്ക്കുന്നത് മാത്രമാണ് കർവ് എന്ന്. അങ്ങനെയല്ല, അല്ലതാ ഇങ്ങനെ വരയ്ക്കുന്നത് ഒരു കർവ് ആണ് നമ്മൾ വിചാരിക്കും. അങ്ങനെ മാത്രമല്ല, എനി ലൈൻ ഈസ് എ കർവ്. എല്ലാ ലൈനുകളും കർവ് ആണ്. പിന്നെ എന്താണ് കണ്ടീഷൻ? ലൈൻ ക്യാൻ ബി സ്ട്രെയിറ്റ് ഓർ ബെൻഡഡ്. ലൈൻ എന്ന് കർവ് എന്ന് പറയുന്നത് ലൈൻ ക്യാൻ ബി സ്ട്രെയിറ്റ് ഓർ ബെൻഡഡ്. ആ ലൈൻ സ്ട്രെയിറ്റും ആവാം ബെൻഡഡും ആവാം, കുഴപ്പമില്ല. അത് തന്നെയാണ് എന്ത് എന്ന് പറയുന്നത്, കർവ് എന്ന് പറയുന്നത്. കർവ്സ് ആർ ഫോംഡ് ബൈ ഡ്രോയിങ് വിത്തൗട്ട് ലിഫ്റ്റിംഗ് ദ പെൻ ഫ്രം ദ പേപ്പർ. ഒരു പേപ്പറിൽ കൈ എടുക്കാതെ നമ്മളിങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇതെന്താണ്, ഇതൊക്കെ ഒരു കർവ് ആണ് അല്ലേ? അത് അടിപൊളി ഫിഗർ വെച്ച് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ്, ഒരു കർവ് ആണ്. അപ്പോൾ നമ്മൾ കർവ് എന്താണെന്ന് പഠിച്ചു. ഇനി നിങ്ങൾ ഇതിൽ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് സിമ്പിൾ കർവ്, എന്താണ് നോൺ സിമ്പിൾ കർവ് എന്നാണ്. അതിന് ഈ ചിത്രം കണ്ടാൽ മതിയാവും. അപ്പോൾ ഇപ്പോൾ കർവ് എന്താണെന്ന് നമുക്കറിയാം, ഒരു ലൈൻ അല്ലേ? നമ്മൾ ചെരിഞ്ഞ് വരയ്ക്കുന്നതോ ബെൻഡഡ് ആയിട്ടുള്ളോ എങ്ങനെ ആയിക്കോട്ടെ, ഒരു ലൈനെയാണ് നമ്മൾ കർവ് എന്ന് വിളിക്കുന്നത്, സംശയമില്ല. ഇനി ആ കർവ് തന്നെ ചില കർവുകൾ ഇതേപോലെ ഓപ്പൺ ആയിരിക്കും, ചില കർവുകൾ ഇതുപോലെ എന്തായിരിക്കും, ക്ലോസ്ഡ് ആയിരിക്കും. അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും വേറെ വേറെ കാണുന്നുണ്ടെങ്കിൽ ഇത് ഓപ്പൺ ആണ്, ഇതെന്താണ്, ക്ലോസ്ഡ് ആണ്. ശരിയല്ലേ? ഇതിപ്പോൾ ഓപ്പൺ കർവ് ആണ്, ഇത് ക്ലോസ്ഡ് ആണ്. ശരി, ഇനി വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇവർ തമ്മിൽ കൂട്ടിമുട്ടുന്നില്ല. അപ്പോൾ ഇത് ഓപ്പൺ ആണ്. കൂട്ടിമുട്ടിയാൽ ക്ലോസ്ഡ് ആണ്. ഇതേപോലെ ക്രോസ് ചെയ്ത് പോയാലോ, ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളവരെ പറയുന്നതാണ് നോൺ സിമ്പിൾ കർവ്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, അപ്പൊ സിമ്പിൾ കർവ് എന്താ മക്കളെ? തമ്മിൽ മുട്ടുക വെച്ചാൽ തമ്മിൽ ക്രോസ് ചെയ്ത് പോവാത്ത കർവുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പോവാത്ത കർവുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സിമ്പിൾ കർവ് എന്ന് പറയുന്നത്. അവരെന്തായിരിക്കും, വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പോകും. തമ്മിൽ എന്ത് ചെയ്യില്ല, ക്രോസ് ചെയ്ത് പോകത്തില്ല. അവർ തമ്മിൽ എന്ത് ചെയ്യില്ല, ക്രോസ് ചെയ്ത് അങ്ങനെ കൂട്ടിമുട്ടിയിരിക്കുന്ന കടന്നു പോകത്തില്ല. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സിമ്പിൾ കർവ് എന്ന് പറയുന്നത്. സിമ്പിൾ കർവ്. ഇനി അഥവാ ഇവർ അങ്ങനെ ക്രോസ് ചെയ്ത് പോയാലോ, ഇങ്ങനെ കൂട്ടിമുട്ടിയാലോ, അവിടെ നോക്കിയേ, ഇവിടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർസെക്ട് ചെയ്ത് പോകുന്നുണ്ട്, ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്, ഇന്റർസെക്ട് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അവരെ വിളിക്കും നോൺ സിമ്പിൾ. മറ്റേത് സിമ്പിൾ ആണെങ്കിൽ ഇതെന്താണ്, നോൺ സിമ്പിൾ. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, മിസ്സേ ഈ സർക്കിൾ സിമ്പിൾ ആണ്, കാരണം ഇവർ കൂട്ടിമുട്ടുന്നു എന്നേ ഉള്ളൂ, ക്രോസ് ചെയ്ത് പോകുന്നില്ല. അപ്പോൾ ഇതെന്താണ്, സിമ്പിൾ ആണ്. ഇത് രണ്ടും എന്താണ്, നോൺ സിമ്പിൾ ആണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, ക്ലോസ്ഡ് ഫിഗർ എന്താന്ന് പറഞ്ഞു, ഓപ്പൺ ഫിഗർ എന്താന്ന് പറഞ്ഞു, സിമ്പിൾ കർവ് എന്താന്ന് പറഞ്ഞു, നോൺ സിമ്പിൾ കർവ് എന്താന്ന് പറഞ്ഞു. ഇനി ഇതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാമെങ്കിൽ നമുക്ക് എന്തും മനസ്സിലാവും, പോളിഗൺ എന്താണെന്നും മനസ്സിലാവും. എന്താണ് പോളിഗൺ? എ സിമ്പിൾ ക്ലോസ്ഡ് കർവ് മേഡ് അപ്പ് ഓഫ് ലൈൻ സെഗ്മെന്റ് ഈസ് കോൾഡ് പോളിഗൺ. സിമ്പിൾ ആയിരിക്കണം, ക്ലോസ്ഡ് ആയിരിക്കണം, സ്ട്രെയിറ്റ് ലൈൻസ് കൊണ്ട് മാത്രം ഉണ്ടാക്കിയിരിക്കുന്നതായിരിക്കണം പോളിഗൺ എന്ന് പറഞ്ഞാൽ. എന്തൊക്കെയാണ്, സിമ്പിൾ, ക്ലോസ്ഡ് ആണെന്ന് നമുക്കറിയാം അല്ലേ? ക്ലോസ്ഡ് ആയിരിക്കണം, സിമ്പിൾ ആയിരിക്കണം, ക്രോസ് ചെയ്ത് പോകാൻ പാടില്ല, സിമ്പിൾ ആയിരിക്കണം, ക്ലോസ്ഡ് ആയിരിക്കണം. പിന്നെ എന്തായാലും ലൈൻ സെഗ്മെന്റ്സ് മാത്രമേ പാടുള്ളൂ. കണ്ടോ, ലൈൻ സെഗ്മെന്റുകൾ മാത്രമേ പാടുള്ളൂ, അല്ലാതെ ഇങ്ങനെ ചരിഞ്ഞിട്ടൊന്നുള്ള ലൈൻസ് ഒന്നും പാടില്ല. ലൈൻ സെഗ്മെന്റ്സ് വെച്ചിട്ട് ക്ലോസ്ഡ് ആക്കി വരയ്ക്കുന്ന ഒരു
കർവിനെയാണ് സിമ്പിൾ ക്ലോസ്ഡ് കർവ് മേഡപ്പ് ഓഫ് ഓൺലി ലൈൻ സെഗ്മെന്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പോളിഗൺസ് എന്ന് പറയുന്നത്. ലൈൻ സെഗ്മെന്റ്സ്. ഓക്കെ, പോളിഗൺ എന്ന് പറയുന്നത്. ഇനി ഈ പോളിഗണിൽ തന്നെ 2 ടൈപ്പ് ഓഫ് പോളിഗൺസ് ഉണ്ട്. ഇതാ കുറേ ടൈപ്പ് ഓഫ് പോളിഗൺസ്, അത് വേറെ. സൈഡ്സിന്റെ എണ്ണം വെച്ച് ഒരുപാട് പോളിഗൺസ് ഉണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ട്രയാങ്കിൾ, ക്വാഡ്രിലാറ്ററൽ, പെന്റഗൺ, ഹെക്സഗൺ എന്ന് പറഞ്ഞ ഒരുപാട് ക്വാഡ്രിലാറ്ററൽസ് ഉണ്ട്, ഒരുപാട് പോളിഗൺസ് ഉണ്ട്. ഇനി 2 മെയിൻ ടൈപ്പ് ഓഫ് പോളിഗൺസ് എന്ന് പറഞ്ഞാൽ കോൺകേവ് പോളിഗൺ, കോൺവെക്സ് പോളിഗൺ. ഇതാണ് നമ്മളുടെ ഇന്നത്തെ മെയിൻ ടോപ്പിക്. എന്താണ് കോൺകേവ് പോളിഗൺ, എന്താണ് കോൺവെക്സ് പോളിഗൺ? മക്കളെ, കോൺകേവ് പോളിഗൺ എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിയേ, എ പോളിഗൺ ദാറ്റ് ഹാസ് അറ്റ്ലീസ്റ്റ് 1 ഇന്റീരിയർ ആംഗിൾ ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രി. ഒരു ഇന്റീരിയർ ആംഗിൾ ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രി ആയിരിക്കും. ഇന്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഉള്ളിലുള്ള ആംഗിൾ അല്ലേ. ഒരു ഫിഗറിന്റെ, ഒരു പോളിഗണിന്റെ, ഇവിടെ മിസ് ഒരു പോളിഗൺ വരയ്ക്കുവാണ്, ഇതൊരു പോളിഗൺ ആണ് അല്ലേ. ഈ പോളിഗണിന്റെ ഉള്ളിലുള്ള ആംഗിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇന്റീരിയർ ആംഗിൾ. അങ്ങനെ ഇന്റീരിയർ ആംഗിൾ എത്രയാണ്? ഗ്രേറ്റർ ദാൻ 180 വരുമ്പോൾ, 180 കൂടുതൽ വരുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്, അതിനെ കോൺകേവ് പോളിഗൺ എന്ന് പറയുന്നത്. എന്താ പറയാ? കോൺകേവ് പോളിഗൺ. നിങ്ങൾക്കറിയാം, ഇങ്ങനൊരു ആംഗിൾ വരച്ചാൽ ഇത് എത്രയാ? 180 ആണ് അല്ലേ. ഈ ആംഗിൾ 180 ആണ് അല്ലേ. 180 കൂടുതൽ എന്ന് പറഞ്ഞതാ ഇങ്ങനെ വരും, ഈ ആംഗിൾ വരും. മോർ ദാൻ 180 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും ആംഗിൾ. ഇതാണ് കേട്ടോ ആംഗിൾ, ഇതല്ല ഇത്. ഗ്രേറ്റർ ദാൻ 180 വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോൺകേവ് എന്ന് പറയുന്നത്. അപ്പോൾ കോൺവെക്സ് എന്തായിരിക്കും? ഇറ്റ്സ് എ പോളിഗൺ ദാറ്റ് ഹാസ് ഓൾ ഇന്റീരിയർ ആംഗിൾസ് ലെസ് ദാൻ 180. 180 താഴെ വരണം, എല്ലാ ഇന്റീരിയർ ആംഗിളും ലെസ് ദാൻ 180 ആണെങ്കിൽ നമ്മൾ വിളിക്കും അതിനെ കോൺവെക്സ് പോളിഗൺ. അതാണ് നമ്മൾ പഠിക്കുന്ന പോളിഗൺസ്. കോൺകേവ് പോളിഗൺ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പഠിക്കാൻ എടുക്കുന്നില്ല, പക്ഷെ അറിഞ്ഞിരിക്കണം. ഇനി ഇവിടെ നോക്കിയേ, 2 ഫിഗർ കാണുന്നില്ലേ? ഇത് കോൺവെക്സ് ആണ്, ഇത് കോൺകേവ് ആണ്. ഏറ്റവും സിമ്പിൾ ആയിട്ട് കോൺകേവിന് എങ്ങനെയാ തിരിച്ചറിയാന്ന് പറഞ്ഞു തരട്ടെ. മിസ് പഠിച്ചു വെച്ച മെത്തേഡാണ്. കേവ് എന്ന് പറഞ്ഞാൽ എന്താ? ഗുഹ അല്ലേ. നമ്മുടെ ഗുണ കേവ് എന്നൊക്കെ പറയുന്ന പോലെ ഗുഹേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കേവ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, ഈ ഒരു ഫിഗറിൽ കേവ് ഉണ്ടോ നോക്കിയാൽ പോരെ. കണ്ടോ, ഇതൊരു ഗുഹയാണ്. ഗുഹ എങ്ങനെയാ ഉണ്ടാവുക? ഇതാ ഇങ്ങനെയല്ലേ ഗുഹ ഉണ്ടാവുക അല്ലെ. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി വഴി ഉണ്ടാവും അല്ലേ, ഗുഹ. അപ്പോൾ നമ്മൾ എന്ത് പറയും? നമ്മൾ മോഡേൺ ആൾക്കാരാണ്, നമ്മളുടെ കേവ് ഇങ്ങനെയാണെന്ന് അങ്ങ് വിശ്വസിച്ചാൽ. നമുക്ക് തരുന്ന പോളിഗണിൽ ഇതാ ഇങ്ങനെയാണ് പോളിഗൺ ഇരിക്കുന്നത് എങ്കിൽ ഇതെന്താണ്? കോൺകേവ് ആണ്. ബാക്കിയെല്ലാം കോൺവെക്സ് ആണ്. സിമ്പിൾ അല്ലേ, സിമ്പിൾ. അതേപോലെ നോക്കുക, ആംഗിൾസിന്റെ കാര്യം നോക്കുക. ഈ ആംഗിൾ ഒക്കെ എന്താണ്? ലെസ് ദാൻ 180 ആണ്. ഇതിലെല്ലാ ആംഗിൾസും ലെസ് ദാൻ 180 ആണ്. അതായത് ചിത്രത്തിന്റെ ഉള്ളിലുള്ള എല്ലാ ആംഗിൾസും ലെസ് ദാൻ 180 ആണ്. പക്ഷെ ഇവിടെ നോക്കുക, ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ പിക്ചറിന്റെ ഉള്ളിലല്ലേ അല്ലേ, അത് ഗ്രേറ്റർ ദാൻ 180 ആണ്. അപ്പൊ അതാരാണ്? കോൺകേവ് ആണ്. ഗ്രേറ്റർ ദാൻ 180 വരുമ്പോൾ കോൺകേവ് ആണ്. ഇനി വേറൊരു കാര്യം ഇവിടെ ചെയ്യാം. ഞാൻ ഇവിടുത്തെ 2 പോയിന്റുകൾ തമ്മിൽ കൂട്ടി വരയ്ക്കുക. ഇതാ ഈ പോയിന്റും കൂട്ടി വരച്ചു, ഉള്ളിലാണ്. ഈ പോയിന്റും കൂട്ടി വരച്ചു, ഇത് ഉള്ളിലാണ്. ഇതായിട്ട് കൂട്ടി വരച്ചു, ഉള്ളിലാണ്. ഇവിടെ വരച്ചാലും ഉള്ളിലാണ്. അതായത് ചിത്രത്തിന്റെ ഉള്ളിൽ 2 പോയിന്റുകളെ കണക്ട് ചെയ്താൽ അത് എന്താണ്? പിക്ചറിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്, കോൺവെക്സിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത് അല്ലെ, പോളിഗണിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. നേരെ മറിച്ചതാ ഈ പോയിന്റും തമ്മിലൊന്ന് കണക്ട് ചെയ്ത് നോക്കിയേ, അത് ഫിഗറിന്റെ ഉള്ളിലാണോ? അത് പുറത്തല്ലേ ഇരിക്കുന്നത്. അപ്പൊ 2 പോയിന്റുകളെ, ഫിഗറിന്റെ ഉള്ളിലുള്ള 2 പോയിന്റുകളെ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ അത് ഫിഗറിന്റെ ഉള്ളിലാണെങ്കിൽ, മുഴുവനായിട്ട് ഫിഗറിന്റെ ഉള്ളിലാണ് എങ്കിൽ നമുക്ക് എന്ത് പറയാം? കോൺവെക്സ് ആണെന്ന് പറയാം. പക്ഷെ നേരെ മറിച്ച് അവർ പുറത്താണ് ഇരിക്കുന്നതെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? കോൺകേവ് എന്ന് പറയാം. അങ്ങനെ ഒരുപാട് മെത്തേഡുകളുണ്ട് കോൺകേവിനും കോൺവെക്സിനും തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇനി ഒരു ഫിഗർ തന്നാൽ കോൺകേവ് ഏതാ കോൺവെക്സ് ഏതാ എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരാൻ പാടില്ല. അപ്പൊ ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇനി വരും. So thank you students, thank you so much for your valuable time. Have a great day. Bye everyone.